ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ ആഴമേറിയ അർത്ഥങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂതിത്തിൻ്റെ പുസ്തകമാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. നെബൂഖദ്നേസർ എന്ന അസീറിയ രാജാവിൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ ഹോളോഫെർണസ് എന്ന സൈനികൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യം പശ്ചിമദേശത്തെ രാജ്യങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരുപാട് ദുഷ്ടതകൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നതും അങ്ങനെ അവർ നടത്തുന്ന ഈ തേർവാഴ്ച സഹിക്കാൻ സാധിക്കാതെ 7ഓളം വരുന്ന പശ്ചിമദേശത്തെ രാജ്യങ്ങൾ ഹോളോഫെർണസിൻ്റെ മുൻപിൽ, അസീറിയയുടെ മുൻപിൽ, നെബൂഖദ്നേസറിൻ്റെ മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അടിയറവ് പറയുന്നതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അങ്ങനെ ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത പോലെയുള്ള ഈ ഒരു യുദ്ധ സന്നാഹം ഇപ്പോഴിതാ യൂദയായോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂദയായോട് എപ്രകാരമാണ് ഹോളോഫെർണസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വലിയ സൈന്യ വ്യൂഹം സമീപിക്കുന്നത് എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അനന്തരം അവൻ ദോഥാന് സമീപം ഉന്നതമായ യൂദാ പർവ്വതനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്രായേലോണിൻ്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബായ്ക്കും സ്കിഥോപോളിസിനും മധ്യേ പാളയമടിച്ചു. സൈന്യത്തിനാവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. ഈ വാക്യങ്ങളോടെ 3-ാം അധ്യായം അവസാനിക്കുകയാണ്. സാവധാനം ഹോളോഫെർണസ് ഉയർത്തുന്ന വെല്ലുവിളി യൂദായോട് അടുക്കുകയാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന എസ്രായേലോൺ എന്ന സ്ഥലം അത് യൂദയായിലെ ജസ്രയേൽ താഴ്വരയുടെ മറ്റൊരു പേരാണ് എന്നാണ് പണ്ഡിതമതം. കാരണം ദോഥാൻ എന്ന മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ഇവിടെ പരാമർശമുണ്ട്. ദോഥാൻ എന്നത് ജസ്രയേൽ താഴ്വരയ്ക്ക് ഏതാണ്ട് 5 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് എസ്രായേലോൺ എന്നാണെങ്കിൽ തന്നെയും ഈ സ്ഥലം ജസ്രയേൽ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജസ്രയേലിനെ കുറിച്ച് പറയുമ്പോൾ അനേകം യുദ്ധകാഹളങ്ങൾ മുഴങ്ങിയിട്ടുള്ള താഴ്വരയാണ് ജസ്രയേൽ താഴ്വര. ഒരുപാട് യുദ്ധങ്ങൾക്ക് വേദിയായിട്ടുള്ള, ഭൂമികയായിട്ടുള്ള സ്ഥലമാണ് ജസ്രയേൽ. അഹാബ് രാജാവിന് ശേഷം നമുക്കറിയാം ഓമ്രി കുടുംബത്തെ പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞ ജേഹു എന്ന ഇസ്രായേൽ രാജാവ് വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ള താഴ്വരയാണ് ജസ്രയേൽ. ആ രക്തച്ചൊരിച്ചിലിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഹോസിയ പ്രവാചകൻ്റെ കാലത്ത് ഹോസിയായ്ക്ക് ഒരു പുത്രനുണ്ടായപ്പോൾ ആ പുത്രന് ജസ്രയേൽ എന്ന പേര് നൽകണം എന്ന് പറഞ്ഞത്. ഈ ജസ്രയേലിൻ്റെ സമീപത്ത് ഉള്ള മറ്റൊരു സ്ഥലമാണ് മെഗിദോ. മെഗിദോയും ഒരുപാട് യുദ്ധങ്ങൾക്ക് വേദിയായിട്ടുള്ള ഇടമാണ്. മെഗിദോയിൽ വെച്ചാണ് യൂദയായിലെ തന്നെ ഏറ്റവും ഉന്നതനായ നീതിമാനായിരുന്ന ദാവീദിന് ശേഷം ഏറ്റവും അധികം പുകൾപെറ്റ ജോസിയ രാജാവ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചരിത്രം ധാരാളം
കണ്ടിട്ടുള്ള, യുദ്ധങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ജസ്രയേൽ എന്ന് വിളിപ്പേരുള്ള എസ്ദ്രാലയോൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോളോഫർണസും അദ്ദേഹത്തിൻ്റെ സൈന്യവ്യൂഹവും ഇപ്പോൾ ഈ ജസ്രയേൽ താഴ്വരയിൽ വന്ന് താവളമടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ യൂദയായുടെ സമീപ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ശത്രു സൈന്യം വലിയൊരു വ്യൂഹം തന്നെ തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വന്ന് താവളമടിക്കുന്ന സമയം യൂദയായിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്തൊക്കെ നടപടികളാണ് അവർ ചെയ്യുന്നത്? അവരും മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ ഈ ഹോളോഫർണസിൻ്റെ മുൻപിൽ വന്ന് കീഴടങ്ങുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ വിശദമായ പഠനത്തിലേക്ക് പോകാം. 4-ാം അധ്യായത്തിലെ പ്രധാന പ്രതിവാദ്യ വിഷയം യൂദായുടെ ചെറുത്തുനിൽപ്പും പ്രതിരോധത്തിനുള്ള ഒരുക്കവുമാണ്. അതായത് ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന അസീറിയൻ പട മുൻപോട്ട് വരുമ്പോൾ യൂദ എന്ന ചെറിയ ജനവിഭാഗം അവർ നടത്താൻ ആഗ്രഹിക്കുന്ന ചെറുത്തുനിൽപ്പ്, അതിനുവേണ്ടി അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രതിരോധ മാർഗങ്ങൾ, ഒരുക്കങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഈ 4-ാം അധ്യായം സൂചിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം വളരെ ലളിതമാണ്, ഹ്രസ്വമാണ്. 3 പ്രധാന ഭാഗങ്ങളായി നമുക്ക് ഈ അധ്യായത്തെ തിരിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദാ ജനം പരിഭ്രാന്തരാകുന്ന കഥയാണ് വിവരിക്കുന്നത്. കാരണം അവരുടെ മുൻപിലേക്ക്, അവരുടെ അതിർത്തി പ്രദേശത്തേക്ക് എത്തി നിൽക്കുന്നത് വലിയ ഒരു സൈന്യ വ്യൂഹമാണ്. ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറം വലിയ ഒരു സൈനിക വ്യൂഹം, അശ്വരഥങ്ങൾ, ധാരാളം കാലാൾഭടന്മാർ, വലിയ തരത്തിലുള്ള ഒരു സൈനിക നീക്കം തന്നെയാണ് അവരുടെ അതിർത്തിയിലെത്തിയിരിക്കുന്നത്. ഇത് കണ്ട് പരിഭ്രാന്തരാകുന്ന യൂദാജനത്തെക്കുറിച്ച് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു. 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത്തരത്തിൽ പരിഭ്രാന്തരാകുന്ന ജനത്തെ, അവരെ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്ന, അക്കാലത്ത് ജെറുസലേമിലെ പ്രധാന പുരോഹിതനായിരുന്ന യോവാക്കിമിനെ കുറിച്ച് പറയുകയാണ്. യോവാക്കിം അക്കാലത്ത് ജെറുസലേമിലെ പ്രധാന പുരോഹിതനായിരുന്നു. അദ്ദേഹം ആളുകളെ തൻ്റെ കത്തുകൾ മുഖേന, തൻ്റെ വാക്കുകൾ മുഖേന ഒരു പ്രതിരോധത്തിനായി സജ്ജരാകാൻ വേണ്ടി ഒരുക്കുന്നു. ഇക്കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിലായി ഈ അധ്യായത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെറുത്തുനിൽപ്പിനുള്ള മാർഗങ്ങൾ ആരായുന്ന, നടപടികൾ സ്വീകരിക്കുന്ന ജനത്തെ നമുക്ക് കാണാനും സാധിക്കും. നമുക്ക് ഓരോ ഭാഗങ്ങളും വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം വിശദീകരിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം ഈ സമയം നമുക്കൊന്ന് വായിക്കാം. സാധിക്കുമെങ്കിൽ എല്ലാവരും ഈ സമയം ഒന്ന് വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുന്നത് നല്ലതാണ്. യൂദ്യത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നെബുക്കദ്നേസറിൻ്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫർണസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവൻ്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ. യൂദാജനം വീണ്ടും ഒന്നു ചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെ കാലം ആയില്ല. അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന, ബെത് ഹോറോൺ, ബൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലിം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി. ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി. കൊയ്ത്തുകാലം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ നെബുക്കദ്നെസർ എന്ന രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫർണസ് നടത്തിയ തേർവാഴ്ചയെക്കുറിച്ച്, മറ്റ് ജനതകളോട് അയാൾ ചെയ്ത വലിയ ദുഷ്ടതകളെക്കുറിച്ചെല്ലാം ജനം അറിയുകയാണ്. മാത്രവുമല്ല, അയാളും അയാളുടെ സൈന്യവ്യൂഹവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാ യൂദായുടെ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു. മറ്റ് ജനതകളോട് ഹോളോഫർണസ് ചെയ്ത കാര്യങ്ങളെല്ലാം തങ്ങളോടും ചെയ്യുമല്ലോ എന്ന ഭീതി ഈ ജനത്തെ പരിഭ്രാന്തരാക്കുന്നു. അവർ ഭയചകിതരായി. മറ്റ് നാടുകളിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമ്പലങ്ങളുമെല്ലാം തകർത്തെറിഞ്ഞ ഹോളോഫർണസ് തീർച്ചയായും തങ്ങളുടെ ദേവാലയ നഗരിയായ രാജനഗരിയായിരുന്ന ദാവീദിൻ്റെ ഓർമ്മ നിലനിന്നിരുന്ന ജെറുസലേമിനെ തകർത്തുകളയും എന്ന് അവർ ഭയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭയം ജനങ്ങളിൽ നിറയുന്നു. മാത്രവുമല്ല, അവർക്ക് അവരുടെ ദേവാലയത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖമുണ്ട്. ജെറുസലേമിനെക്കുറിച്ച് ഓർത്ത് അവർ പരിതപിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ച് കാലമേ ആയിരുന്നുള്ളൂ എന്ന് 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ. ഏത് പ്രവാസമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മുടെ ഓർമ്മ എത്തുക ബാബിലോൺ പ്രവാസത്തിലേക്കാണ്. ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് ഹ്രസ്വമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ആവർത്തിക്കുകയാണ്. ബാബിലോൺ രാജാവായ നെബുക്കദ്നെസറിൻ്റെ നേതൃത്വത്തിൽ യൂദായെ ജെറുസലേമിലെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രധാനമായും നടന്നത് ചരിത്രത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ്. 605 BC-യിൽ നെബുക്കദ്നെസർ രാജാവിൻ്റെ സൈന്യവ്യൂഹം ജെറുസലേമിനോട് അടുത്ത് വരികയും യൂദയായിലെ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങൾ പിടിച്ചടക്കുകയും ജെറുസലേമിൽ നിന്ന് യൂദയായുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നെല്ലാം യുവാക്കളായ ആളുകളെ ബാബിലോണിൽ രാജകൊട്ടാരത്തിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ പ്രവാചകൻ. പിന്നീട് ബാബിലോൺ സൈന്യം യൂദയായിൽ നിന്ന് പിൻവാങ്ങുകയും രണ്ടാമത് അവർ വലിയ ശക്തിയോടെ യൂദയെ ആക്രമിക്കുന്നത് 598-97 BC കാലയളവിലാണ്. ഇക്കാലയളവിൽ യൂദയായിലേക്ക് ഇരച്ചെത്തുന്ന ബാബിലോൺ സൈന്യം യൂദയായിൽ നിന്ന് ഒരു വലിയ വിഭാഗം ആളുകളെ, ഏതാണ്ട് 10,000-ഓളം ആളുകളെ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ബാബിലോണിൽ ഖേബാർ നദീതീരത്ത് താമസിപ്പിച്ച് അവിടെ ഒരു മനുഷ്യനിർമ്മിതമായ കനാലിൻ്റെ പണിക്കായി ഇവരെ നിയോഗിക്കുകയും ചെയ്തു. ഇക്കാലത്ത് കൂടുതലും വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ സന്നദ്ധതയുള്ള, കഴിവുള്ള, ആരോഗ്യമുള്ള, സ്കില്ലുള്ള, അതിനുള്ള വൈദഗ്ധ്യമുള്ള ആളുകളെയാണ് കൊണ്ടുപോയത്. ഏതാനും 10,000-ഓളം പേർ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. അവർ കൂടുതലും തൊഴിലാളികളായിരുന്നു, വൈദഗ്ധ്യമുള്ള തൊഴിലാളികളായിരുന്നു. അതിനും കുറേ കാലങ്ങൾക്ക് ശേഷം 587-86 കാലയളവിലാണ് ഏറ്റവും ഒടുവിലായി 3-ാമത്തെ ബാബിലോൺ ഉപരോധവും യുദ്ധവും നടക്കുന്നത്. 587-86 കാലഘട്ടത്തിൽ നെബുക്കദ്നെസർ രാജാവിൻ്റെ സൈന്യം യൂദയായിലേക്ക്, ജെറുസലേമിലേക്ക് ഇരച്ചെത്തുകയും പരിപൂർണമായി ജെറുസലേം നഗരത്തെ തകർത്ത് കളയുകയും ചെയ്തു. സോളമൻ രാജാവിൻ്റെ കാലത്ത് പണിത മഹത്തായ ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു. ദേവാലയത്തിനുള്ളിലെ വിശുദ്ധ പാത്രങ്ങൾ ഉൾപ്പെടെ സ്വർണത്തിലും വെള്ളിയിലും മറ്റ് ലോഹങ്ങളിലും നിർമ്മിച്ചിരുന്ന പാത്രങ്ങളെല്ലാം അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു. ബാബിലോണിലേക്ക് അവർ അതെല്ലാം കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ 587-86 കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ബാബിലോൺ പ്രവാസം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആരംഭിക്കുന്നത്. 605 BC മുതൽ ഇത് ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ രൂക്ഷത എത്രമാത്രമാണെന്ന് ജെറുസലേമിലെ ജനം, യൂദയായിലെ നിവാസികൾ അറിയുന്നത് 587-86 കാലഘട്ടത്തിലാണ്. ഒരുപാട് ആളുകൾ നഗരത്തിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടു. വാളിനിരയായി മറ്റു ചിലരെ കത്തിച്ച് കൊലപ്പെടുത്തി. അതോടൊപ്പം തന്നെ അവരുടെ നഗരത്തെ ചുട്ട് ചാമ്പലാക്കുന്ന
ഒരു അധിനിവേശവും യുദ്ധവുമാണ് നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞു. 539-38 BC കാലഘട്ടം. ഈ സമയം പേർഷ്യ, മേദിയ എന്നീ സഖ്യകക്ഷികളുടെ നേതൃത്വത്തിൽ ബാബിലോണിനെ തകർക്കുകയാണ്. ബാബിലോൺ പേർഷ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരികയാണ്. ഇക്കാലത്ത് പേർഷ്യൻ രാജാവായിരുന്നത് മഹാനായ സൈറസ് എന്ന വ്യക്തിയാണ്. മഹാനായ സൈറസിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നതും നമുക്ക് മറ്റ് സെക്കുലറായിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ യഹൂദ സമൂഹത്തോട് വലിയ കരുണ കാണിച്ച വ്യക്തിയായിരുന്നു എന്നതാണ്. സൈറസിൻ്റെ കാലഘട്ടത്തിൽ യഹൂദരോട് നിങ്ങൾ നിങ്ങളുടെ സ്വദേശത്തേക്ക് യൂദയായിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുവാനും നിങ്ങളുടെ ദേവാലയം നിലനിന്നിരുന്ന ദേവാലയ നഗരിയായ ജെറുസലേമിനെ പുനരുദ്ധരിച്ചുകൊള്ളാനും ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയാനുമുള്ള അനുമതിയും അതിനുവേണ്ട സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് സൈറസ് രാജാവ് ഒരു വിളംബരം തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെ സൈറസ് രാജാവിൻ്റെ ഈ ഒരു പ്രത്യേക സംരക്ഷണയിൽ അല്ലെങ്കിൽ സൈറസ് രാജാവ് ഇവരോട് കാണിച്ച കരുണ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം യഹൂദർ ബാബിലോണിലെ പ്രവാസം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക്, യൂദയായിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന ഈ വിഭാഗം ആളുകൾ സ്വദേശത്ത് ഏതാണ്ട് 536-35 കാലയളവിലെത്തുകയും ദേവാലയത്തിൻ്റെ വീണ്ടും രണ്ടാമത് സോളമൻ ദേവാലയം പണിത അതേ സ്ഥലത്ത് രണ്ടാമത് ഒരു ദേവാലയം കൂടി പണിയുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ഈ ദേവാലയത്തിൻ്റെ പണി അവർ ഉദ്ദേശിച്ച പോലെ മുൻപോട്ട് പോയില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, സോളമൻ രാജാവിൻ്റെ കാലത്ത് ഇവർ ആ നാടിൻ്റെ അധിപതികളാണ്. ധാരാളം സമ്പത്ത് ഇവർക്കുണ്ട്, സൈനിക ശേഷി ഇവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ പേർഷ്യൻ രാജാവിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സുരക്ഷിതത്വമില്ല, സാമൂഹികമായ ഒരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നില്ല. കുറച്ചു കാലം അങ്ങനെ മുൻപോട്ട് പോയി അതിനിടയിൽ സമരിയാക്കാർ ഉയർത്തുന്ന പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാകാതെ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഏതാണ്ട് 520 BC വരെ ദേവാലയത്തിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങി, അല്ലെങ്കിൽ അത് സ്തംഭിക്കപ്പെട്ടു. 520 BC 520 മേദിയയിൽ, പേർഷ്യയിൽ പുതിയ ഒരു രാജാവ് ഉദയം ചെയ്യുകയാണ്. ദാരിയൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദാരിയൂസ് രാജാവ് സൈറസ് രാജാവിൻ്റെ വിളംബരം തൻ്റെ ആർക്കൈവ്സിൽ നിന്ന്, തൻ്റെ രേഖകൾ സൂക്ഷിക്കുന്ന ആ ആലയത്തിൽ നിന്ന് കണ്ടെത്തുകയും ആ രേഖയുടെ പിൻബലത്തിൽ ജെറുസലേമിലുണ്ടായിരുന്ന യഹൂദജനത്തിന് ദേവാലയം പുതുക്കിപ്പണിയുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇക്കാലത്താണ് ജനത്തെ ദൈവത്തിനായ ഒരു ആലയം പണിയുന്നത് നിങ്ങൾ പൂർത്തിയാക്കണം, ആലയം പണിയണം എന്ന ആഹ്വാനവുമായിട്ട് ഹഗ്ഗായി പ്രവാചകനും സഖറിയ പ്രവാചകനുമൊക്കെ കടന്നു വരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രവാചകന്മാരുടെ ആഹ്വാനമനുസരിച്ചുകൊണ്ട് ദാരിയൂസ് രാജാവിൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ദാവീദ് വംശജനായ സെറുബ്ബാബേലിൻ്റെയും അക്കാലത്ത് പുരോഹിതനായിരുന്ന സാദോക്ക് വംശജൻ യെശുവായുടെയും ഒക്കെ നേതൃത്വത്തിൽ ദേവാലയത്തിൻ്റെ പണി BC 516-15 കാലയളവിൽ പൂർത്തിയാക്കുകയും ദേവാലയം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഇക്കാര്യം, അതായത് അവൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ, യൂദാജനം വീണ്ടും ഒന്നു ചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലമായില്ല എന്ന ഈ ചരിത്ര സാക്ഷ്യം സൂചിപ്പിക്കുന്നത് ഏതാണ്ട് BC 515-16 കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു കാലത്തേക്ക് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ അശുദ്ധമാക്കപ്പെട്ട ദേവാലയത്തിൽ വിശുദ്ധ പാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ബാബിലോൺ രാജാവായിരുന്ന ബേൽഷസ്സാറിൻ്റെ കാലത്ത് ജെറുസലേം ദേവാലയത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവ് നെബൂഖദ്നേസർ കടത്തിക്കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ അശുദ്ധമാക്കുന്ന ഒരു വിരുന്നിനിടെ ജെറുസലേം ദേവാലയത്തിലെ അതിവിശുദ്ധമായ പാത്രങ്ങളെ അശുദ്ധമാക്കുന്ന സാക്രിലേജ് നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്.
അപ്പോൾ ബേൽഷസാർ രാജാവിൻ്റെ കാലത്താണ് ഈ ദേവാലയത്തിലെ പാത്രങ്ങൾ അശുദ്ധമാക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അങ്ങനെ ബാബിലോൺ പ്രവാസം അവസാനിച്ച് പേർഷ്യക്കാരുടെ കാലഘട്ടത്തിൽ ദേവാലയം ഇവർ പുനർനിർമ്മിച്ച് അത് പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ഇപ്രകാരം നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് യൂദയായിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ വിശുദ്ധ പാത്രങ്ങളെല്ലാം തിരികെ കൊണ്ടുവരുന്നതും നമുക്കറിയാം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഏതാണ്ട് BC 516 15 ശേഷമുള്ള ഒരു കാലത്തേക്കാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, പിന്നെ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്താണ് എന്ന് പറയുന്നത്? കാരണം നെബൂഖദ്നേസർ രാജാവ് എന്ന ബാബിലോണിയൻ രാജാവ് 562 BC മരണമടയുകയാണ്. BC 562 മരണമടഞ്ഞ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്താണ് BC 516 15 ശേഷം നടന്ന കാര്യങ്ങൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ എന്ന സാക്ഷ്യത്തിൽ ഒരു പൊരുത്തക്കേട്, ചരിത്രപരമായ ഒരു പൊരുത്തക്കേടുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനർത്ഥം നെബൂഖദ്നേസർ എന്ന ബാബിലോണിയൻ രാജാവ് ഇവിടെ ഒരു പ്രതീകാത്മകമായ ശക്തിയായിട്ട് സൂചിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അടുത്തതായി ദേവാലയത്തിലെ ഈ വിശുദ്ധ പാത്രങ്ങളെക്കുറിച്ച് ഉള്ള സൂചനയുണ്ടല്ലോ. അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവയെക്കുറിച്ചുള്ള സൂചന. ഇത്തരത്തിൽ രണ്ടാമത് പണിത ജെറുസലേം ദേവാലയം, അതായത് സെറുബ്ബാബേൽ എന്ന ദാവീദ് വംശജൻ്റെയും യശുവ എന്ന സാദോക്ക് വംശജനായ പുരോഹിതൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഹഗ്ഗായി, സഖറിയ പ്രവാചകന്മാരുടെ ആഹ്വാനമനുസരിച്ച് ദാരിയൂസ് രാജാവിൻ്റെ പ്രത്യേക സംരക്ഷണയിൽ പണിയപ്പെട്ട ജെറുസലേമിലെ രണ്ടാമത്തെ ദേവാലയം, ആ ദേവാലയത്തെയും ദേവാലയത്തിലെ ബലിപീഠത്തെയും വിശുദ്ധ പാത്രങ്ങളെയും അശുദ്ധമാക്കുന്ന മറ്റൊരു ചരിത്ര സംഭവം നടക്കുന്നത് വളരെ കാലത്തിന് ശേഷം BC 167 160 കാലഘട്ടത്തിലാണ്. ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന ഒരു സെലൂസിഡ് രാജാവ് ഈ ഭൂവിഭാഗത്തെ ഭരിക്കുകയാണ്. ഒരു ഗ്രീക്ക് സെലൂസിഡ് ഫാമിലിയിൽപ്പെട്ട ഒരു രാജാവാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ, ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠം നിൽക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഒരു പന്നിയെ ബലിയർപ്പിക്കുകയും ജെറുസലേം ദേവാലയത്തിലെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠം മാറ്റി അവിടെ സേവൂസ് എന്ന ഗ്രീക്ക് ദേവൻ്റെ ബലിപീഠം കൊണ്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ബലിപീഠത്തെയും ബലിക്കുപയോഗിച്ചിരുന്ന വിശുദ്ധ പാത്രങ്ങളെയും ഒക്കെ അശുദ്ധമാക്കിയ മറ്റൊരു സംഭവം ഇവരുടെ ചരിത്രത്തിൽ നടക്കുന്നത് BC 167 160 ഇടയിലാണ്. തീർച്ചയായും ഈ സംഭവം ആയിരിക്കുകയില്ല ഇവിടെ പരാമർശിക്കുന്നത് നമുക്കറിയാം. കാരണം ഇവിടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിന് വളരെ മുൻപാണ്. ചുരുക്കത്തിൽ ഇവിടെ ചരിത്രപരമായ ചില പൊരുത്തക്കേടുകൾ ഒറ്റ വായനയിൽ നമുക്ക് തോന്നാമെങ്കിലും പ്രതീകാത്മകമായി യൂദത്തിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ എന്ന രാജാവിനെ, ജെറുസലേമിനെയും യൂദായെയും ആക്രമിച്ച, ദേവാലയത്തെ നശിപ്പിച്ച എല്ലാവരുടെയും പ്രതിനിധിയായി ഒരു സിമ്പിളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ സിമ്പിളായിട്ട് ബാബിലോണിലെ രാജാക്കന്മാരെ അവതരിപ്പിക്കുന്ന രീതി വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രത്യേകമായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പ്രതീകാത്മകമായ അർത്ഥത്തിൽ ബാബിലോണിനെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ തന്നെ റെവലേഷൻസ് എന്ന് പറയുന്ന വെളിപാട് പുസ്തകത്തിൽ ഇത്തരത്തിൽ പ്രതീകാത്മകമായ അർത്ഥത്തിൽ ദൈവജനത്തിന് എതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ വിളിക്കാൻ വേണ്ടി ബാബിലോൺ എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇതിൽ ഒരു ചരിത്രപരമായ പിശകുണ്ട് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ദൈവശാസ്ത്രപരമായി ഇതിൽ പിശകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായി ഈ ജനം നടത്തുന്ന യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. പ്രധാനമായിട്ടും യൂദായിലെ ഇസ്രായേൽ ജനം നടത്തുന്ന പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ ഒന്ന്, അവർ വടക്കേ ഇസ്രായേലിലെ 8 പ്രവിശ്യകളിലേക്ക് ദൂതന്മാരെ യുദ്ധ സന്ദേശവുമായി അയക്കുന്നു എന്നുള്ളതാണ്. കാരണം ശത്രു വരുന്നത് വടക്ക് നിന്നാണ്. രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന ശത്രുവിനെ അവിടെ വെച്ച് തന്നെ തടയുന്നതിന് വേണ്ടിയുള്ള എളിയ പരിശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് വടക്കേ ഇസ്രായേലിലെ 8 പ്രവിശ്യകളിലേക്ക് ഈ യുദ്ധ സന്ദേശവുമായി ദൂതന്മാരെ അയക്കുന്നത്. അങ്ങനെ ചെല്ലുന്നത് സമരിയ, കോന,
ബേത്ത് ഹോറോൺ, ബൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലെം താഴ്വര എന്നിവയാണ് ഈ 8 പ്രവിശ്യകൾ. രണ്ടാമതായിട്ട് അവർ ചെയ്തത്, അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി എന്നുള്ളതാണ്. മലമുകളിലെ ഗ്രാമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നത് സൈനികപരമായി വളരെ പ്രധാനപ്പെട്ട യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, മലയിൽ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുക എന്നത് അക്കാലത്ത് യുദ്ധം ജയിക്കുന്നതിന് അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. ഹോളോഫെർണസും ഇതിനു മുൻപ് ഉള്ള 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ സൈനിക താവളങ്ങൾ പണിയാൻ ശ്രമിക്കുന്നത് മലമുകളിൽ ആയിരുന്നു. കാരണം മലമുകളിൽ ഇരുന്നു കൊണ്ട് ശത്രുവിൻ്റെ നീക്കങ്ങൾ വളരെ വിദൂരത്തു നിന്ന് തന്നെ കാണുന്നതിനും കൃത്യമായ നിലപാടുകൾ എടുക്കുന്നതിനും ഒളിപ്പോരുകൾ നടത്തുന്നതിനും ഒക്കെയുള്ള ഇടമായിട്ട് ഈ മലമുകൾ അവർ ഉപയോഗിച്ചിരുന്നു. മൂന്നാമതായി അവർ ചെയ്യുന്നത്, അവർ ഭക്ഷ്യവിഭവങ്ങൾ ആവശ്യത്തിന് സംഭരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു പ്രസ്താവന കൂടി ഇവിടെ നൽകിയിരിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ട് ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായി സംഭരിക്കുന്നതിന് ഇവർക്ക് പ്രയാസമുണ്ടായില്ല. എന്തുകൊണ്ടാണ് ഭക്ഷ്യവിഭവങ്ങൾ സംഭരിക്കുന്നത്? ഒരു ശത്രുരാജ്യം ആക്രമിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഉപരോധമായിരിക്കും. നാടിന് ചുറ്റും ഇവർ ഉപരോധം നടത്തും. അതുവഴി വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായിട്ട് സംഭരിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ജനം നടത്തുന്ന മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.